ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ OS ലിസി ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. 26,67,01,130 രൂപ വരവും 26,60,12,027 രൂപ ചെലവും 6,89,103 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കർഷക ജനതയുടെ ഉന്നമനത്തിനായി കർഷകർ ഉത്പാദിപ്പിച്ച എല്ലാ തരത്തിലുള്ള കാർഷിക വിളകളും പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമായി കർഷക വിപണന മേളയായി ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് എന്ന നൂതന പദ്ധതിക്ക് രൂപം നൽകി നടത്താനും വിപുലമായി ഭിന്നശേഷി കലാമേളയും സ്വയം തൊഴിൽ പരിശീലനവും നടത്താനും അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണ മോചനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അതിദരിദ്രരുടെ ഭവന നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തി. പൊതു ആരോഗ്യ പരിപാടികളും ഭവന നിർമ്മാണത്തിനും വൃദ്ധക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും സ്ത്രീ ശാസ്ത്രീകരണത്തിനും സുരക്ഷാ മാസത്തിനും ബഡ്ജറ്റിൽ മുഖ്യ പ്രാധാന്യം നൽകി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു. ഭവന നിർമ്മാണത്തിന് 10,04,93,200 രൂപയും അനുവദിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഡബിൾ ചേംബർ ഇൻസിനേറ്റർ സ്ഥാപിക്കും. പാശ്ചാത്തല മേഖലയിൽ റോഡ് നിർമ്മാണത്തിനും പൊതു കെട്ടിട നിർമ്മാണത്തിനും പ്രത്യേക ഊന്നൽ നൽകി. ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ കിഡ്നി ഡയാലിസിസ് രോഗികൾക്കും സൗജന്യ മരുന്നും കിറ്റും നൽകുന്ന പദ്ധതിയായ കനിവ് പദ്ധതിക്ക് 50 ലക്ഷം രൂപ നീക്കിവച്ചു. കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമായി സ്നേഹസ്പർശം പാലിയേറ്റീവ് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം പട്ടികജാതി പട്ടികവർഗ കോളനികൾ മിനിമാറ്റ്സ് വിളക്ക് സ്ഥാപിക്കാൻ ഇവർക്ക് 16 ലക്ഷവും ഇവർക്ക് വാദ്യോപകരണങ്ങൾ നൽകാൻ 10 ലക്ഷം, ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് 12 ലക്ഷവും, വ്യവസായ പാർക്കിൽ വനിതാ സംരംഭകർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി കെട്ടിടം പണിയാൻ 25 ലക്ഷവും, ഇരിക്കൂർ മയിൽ ആശുപത്രികളിലെ അനുബന്ധ പ്രവർത്തികൾക്കായി 30 ലക്ഷവും നീക്കിവച്ചു. കാർഷിക മേഖലയ്ക്ക് 20 ലക്ഷം, മൃഗ സംരക്ഷണത്തിന് 20 ലക്ഷവും, ജലസംരക്ഷണത്തിന് 20,44,143 രൂപയും, വ്യവസായം 16 ലക്ഷവും, ഉൽപാദന മേഖലയ്ക്ക് 1,10,94,143 രൂപയും, യുവജനക്ഷേമത്തിന് 2.5 ലക്ഷവും, ശുചിത്വത്തിന് 23 ലക്ഷവും, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് 25 ലക്ഷവും, വനിതാക്ഷേമത്തിന് 40 ലക്ഷവും, ഊർജ സംരക്ഷണത്തിന് 12 ലക്ഷവും, റോഡുകൾക്ക് 79 ലക്ഷവും, കലുങ്കുകളും ചപ്പാത്തുകളും നിർമ്മിക്കാൻ 25,21,900 രൂപയും, പാശ്ചാത്തല മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് 30 ലക്ഷവും നീക്കിവച്ചു. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി. സെക്രട്ടറി KP സ്മിത, വികസനക്ഷേമകാര്യ ചെയർമാൻ ജോർജ് ജോസഫ്, ക്ഷേമകാര്യ ചെയർമാൻ KP രേഷ്മ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ PK മുനീർ, പഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ 2025-26 വാർഷിക പദ്ധതി ഇന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നാം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് പ്രത്യേകം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളത്തിൽ പദ്ധതിയിലൂടെ നാം കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ശുചിത്വത്തിനേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് 60 ലക്ഷം രൂപ മുതൽ മുടക്കി പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഡബിൾ ചേംബർ ഇൻസിനേറ്റർ എന്ന നൂതന പദ്ധതി നമ്മൾ ഈ വർഷം നടപ്പിലാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കാർഷിക വിപണന മേള നടത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വൃദ്ധരുടെയും അശരണരുടെയും കാരുണ്യത്തിൻ്റെ സ്പർശനം എത്തിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ പദ്ധതികളാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്.